ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2 മുതൽ 2-3 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടുന്നായിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മൾ എന്തിലാണ് പ്രത്യാശ വയ്ക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിത്യജീവനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ക്രൈസ്തവ ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ലെ വചനം തന്നെ പഠിപ്പിക്കുന്ന എന്താണ്? അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചത് തന്നെ നമുക്ക് നിത്യജീവൻ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. നമ്മളെ അത്രമാത്രം സ്നേഹിച്ചത് കാൽവരിയിലെ കുരിശിൽ കർത്താവായ ഈശോ ജീവൻ കൊടുത്ത് ബലിയായി തീരുവാൻ കാരണമായതും ഈശോ കണ്ടിരുന്നത് എല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്താലാണ്. അപ്പോൾ ഈ നിത്യജീവനായിരിക്കണം നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ മാറുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് നിരാശയും അസ്വസ്ഥതകളും തകർച്ചകളും കടന്നു വരുന്നത്. ഈ ദിനത്തിൽ നമ്മളോട് ചോദിക്കുക, ഞാൻ എന്തിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്? തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിത്യജീവനിലുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ ഒരു അപ്പോസ്തലനായി മാറിയതും യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതെന്നും പൗലോസ് ശ്ലീഹ പറയുകയാണ് തീത്തോസിനോട്. വീണ്ടും തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 7 പറയുകയാണ്: അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പ്രിയമുള്ളവരെ, കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊറിന്തോസ് 15-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ് പൗലോസ് ശ്ലീഹ പറയുകയാണ്: ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരായി മാറും, ഭാഗ്യമില്ലാത്തവരായി മാറും. നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത് നിത്യജീവനിലാണ്. പ്രിയമുള്ളവരെ, ഈ 2016 ജൂൺ മാസം 25-ാം തീയതി ഒരു വാർത്ത ലോകം കണ്ടു. ആ വാർത്ത ഇപ്രകാരമാണ്. വാർത്ത എന്തെന്നാൽ, മരണത്തെ അഭിമുഖം കണ്ടുകൊണ്ടിരുന്ന സിസ്റ്റർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താൻ മരിക്കുവാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മുഖത്ത് പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് സന്തോഷത്തോടെ മരണത്തെ പുൽകിയ ഒരു വാർത്തയായിരുന്നു. സിസ്റ്റർ സിസിലിയ കാർമലേറ്റ് സന്യാസ സമൂഹത്തിലെ ഒരു സിസ്റ്റർ സിസിലിയെക്കുറിച്ചാണ് ഈ വാർത്ത വന്നത്. അവർ അർജൻറ്റീനയിലെ ആ കർമ്മലിത്ത മഠത്തിൽ ഒരു സമർപ്പിതയായി ജീവിതം ആരംഭിച്ചു. 26-ാമത്തെ വയസ്സിലൊക്കെ ഈ സിസ്റ്റർ ഒരു നേഴ്സിങ്ങിൽ ഗ്രാജുവേഷൻ നേടി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പാടുകയും വയലിൻ വായിക്കുകയൊക്കെ ചെയ്യുന്ന കഴിവുകളുള്ള ഒരു സിസ്റ്റർ പെട്ടെന്ന് മാരകമായ ഒരു ക്യാൻസർ രോഗത്തിന് ഈ സിസ്റ്റർ അടിമപ്പെടുകയാണ്. ക്യാൻസർ രോഗം ബാധിച്ചപ്പോഴും ശരീരത്തിൽ ഇത്രമാത്രം ക്യാൻസറിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന അവസരത്തിലും സിസ്റ്ററിൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒരു വിശ്വസുന്ദരിക്ക് പോലും പുഞ്ചിരിക്കുവാനാവാത്ത വിധമുള്ള ഒരു ആത്മീയ പുഞ്ചിരി ഈ സിസ്റ്ററിൻ്റെ മുഖത്ത് എപ്പോഴും കാണാമായിരുന്നു. സിസ്റ്ററിൻ്റെ അടുക്കിലേക്ക് സംസാരിക്കാൻ വരുന്നവരോടും സിസ്റ്ററിനെ കാണാൻ വരുന്നവരോടൊക്കെ സിസ്റ്റർ കൂടുതൽ സന്തോഷവതിയായിട്ട് കാണുന്നതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ക്യാൻസർ രോഗത്തിൻ്റെ ആ തീവ്രതയിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മരിക്കുവാനായിട്ടുള്ള സമയം അടുത്തു എന്ന് സിസ്റ്ററും തിരിച്ചറിയുകയാണ്. 42 വയസ്സിൽ
42-ാമത്തെ വയസ്സിൽ ഈ ക്യാൻസറിൻ്റെ തീവ്രതയിൽ ഈ സിസ്റ്റർ നിൽക്കുമ്പോഴും സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിതം പരാജയമല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് താൻ ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതിനുവേണ്ടി ഈശോയെ സ്നേഹിച്ചതുമെന്നൊക്കെയുള്ള തിരിച്ചറിവ് ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് സിസ്റ്റർ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. മരണത്തിൻ്റെ അടുത്ത നിമിഷങ്ങളിൽ സിസ്റ്റർ ഒരു നോട്ട് എഴുതി കൊടുക്കുകയാണ്. സിസ്റ്റർ എഴുതിയത് ഇപ്രകാരമാണ്: എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ മരണം നിങ്ങൾ ആഘോഷിക്കണം. ഈ വാക്കുകളാണ് സിസ്റ്റർ എഴുതി കൊടുക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ മരണം നിങ്ങൾ ആഘോഷിക്കണം. ഇത് എഴുതി കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മാധുര്യത്തോടുകൂടി ഈ സിസ്റ്റർ മരണത്തെ പുൽകിപ്പോയി. ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക ലോകത്തിൽ, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മരണം ദൈവം ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തത് നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ പ്രത്യാശിക്കേണ്ടത് നിത്യജീവനിലായിരിക്കണമെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ ലോകത്തിൻ്റെ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ ഈ സംഭവം പുറത്തറിയപ്പെടുകയും ആവശ്യമായിട്ടുള്ളവരൊക്കെ ഇതറിഞ്ഞ് ആ വിശ്വാസ ജീവിതം അവരെ ബലപ്പെടുത്തുവാനായിട്ട് സഹായകമാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത് എന്തിലാണ്? ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾക്കും ഭൗതിക സ്ഥാനമാനങ്ങൾക്കും ഭൗതികമായ അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രമാണ് യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെക്കാൾ ഏറ്റവും വലിയ പരാജയപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇക്കാരണത്താലാണ്. നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ട നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവൻ തന്നെയായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിലാണ് പ്രത്യാശ വെച്ച് ജീവിക്കുന്നത്? കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളിൽ 16 മുതൽ 18 വരെയുള്ള വചനഭാഗം ഇപ്രകാരമാണ്: ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. പ്രിയമുള്ളവർ, ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്, പ്രത്യാശ വയ്ക്കേണ്ടത് ഈ ഭൂമിയിൽ കാണുന്ന, ചുറ്റുപാടുകളിൽ കാണുന്ന ഭൗതിക വസ്തുക്കളിലും നേട്ടങ്ങളിലുമല്ല. അതിൽ നേട്ടങ്ങളിൽ കണ്ണുടുക്കി കഴിഞ്ഞാൽ നിത്യതയെന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നിത്യതയെന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതെ അത് ഉള്ളിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭൗതിക നേട്ടങ്ങളെ, ഭൗതിക വസ്തുവകകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ടുള്ള വിവേകം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 2 മുതൽ ഉള്ള വചനഭാഗം ഒന്ന് നമുക്ക് ശ്രവിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2 മുതലുള്ള 5 വരെയുള്ള വചനഭാഗം ഇപ്രകാരമാണ്: നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്തിൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, നമ്മൾ നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ച് ഓരോ നിമിഷവും ആ നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 24-25 വചനം ഇപ്രകാരമാണ്: ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. പലരും പറയും, ചിലർ പറയുന്നത് എന്താണ്? സ്വർഗമൊന്നും ഇല്ല, സ്വർഗവും നരകമൊന്നും ഇല്ല, എന്തിന്? ഈ ലോകത്തിലുള്ളത് ആണ് ജീവിതം.
ഈ ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ മതിയെന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ചിന്തിച്ച് ജീവിച്ച മനുഷ്യൻ്റെ അവസ്ഥ നമുക്കറിയാം. ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ. കാരണം ധനവാൻ എന്താണ്? ലോകത്തിൽ കാണുന്നത് മാത്രമേ ചിന്തിച്ച് ജീവിച്ചുള്ളൂ. അത് കാണുന്നതൊക്കെയാണ് ജീവിതം. പക്ഷേ അവസാനം അവൻ്റെ അന്ത്യം എവിടെയാണ്? നിത്യ നരകാഗ്നിയിൽ ചെന്ന് വീണ് കഴിയുമ്പോഴാണ് ഈ ധനവാൻ തിരിച്ചറിയുന്നത് താൻ പ്രത്യാശ വയ്ക്കേണ്ടിയിരുന്നത് നിത്യജീവനിലാണ്. നിത്യജീവനിൽ പ്രത്യാശ വയ്ക്കാത്തത് കൊണ്ടാണ് തനിക്ക് ഈ ദുർഗതി വന്നതെന്ന് ഈ ധനവാൻ തിരിച്ചറിയുമ്പോൾ ധനവാൻ്റെ ചിന്ത, കാരണം അവൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ സഹോദര സ്നേഹം പോലും ഇല്ലാതെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വെച്ച് നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അനേകം മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ധനവാൻ എന്താണ്? സഹോദര സ്നേഹം ഉള്ളതുകൊണ്ട് അവൻ അബ്രഹാത്തിനോട് യാചിക്കുകയാണ്, ദൈവത്തോട് യാചിക്കുകയാണ്, ഈ അബ്രഹാമെ, പൂർവ്വപിതാവായ അബ്രഹാമെ, ഈ ലാസറിനെ തിരിച്ച് ലോകത്തിലേക്ക് വിടുക. കാരണം ഈ ലാസർ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. മരിച്ച ലാസർ ചെന്ന് അവിടെ പറയുമ്പോൾ ഈ നരകവും സ്വർഗവും ഒക്കെ ഉണ്ട്, നിത്യജീവനൊക്കെ ഉണ്ട് എന്ന് ഈ മരിച്ച ലാസർ ചെന്ന് പറയുകയാണെങ്കിൽ അവിടെയുള്ളവർ വിശ്വസിക്കുമെന്ന് കരുതി ഈ ധനവാൻ അപേക്ഷിക്കുകയാണ്. പക്ഷെ ദൈവം അവർക്ക് കൊടുക്കുന്ന വാക്യം എന്താണ്? കാരണം അവർക്ക് പ്രവാചകന്മാർ, നിയമമുണ്ട്, വചനമുണ്ട്. വചനത്തിൽ പറയുന്നത് വിശ്വസിക്കുക, വചനത്തിൽ പറയുന്നത് അനുസരിക്കുക. അതല്ലാതെ ഒരു മരിച്ച ഉയർത്തെഴുന്നേറ്റവൻ ചെന്ന് പറഞ്ഞാലും ഇത് വിശ്വസിക്കില്ല. കാരണം വചനം പഠിപ്പിക്കുന്ന അതാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ പ്രത്യാശ അല്ലാതായിത്തീരും. ഒരു മരിച്ച് കടന്നുപോയ ഒരു മനുഷ്യൻ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് വീണ്ടും ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ആ നിത്യജീവനിലുള്ള വിശ്വാസം പോലും, നമുക്ക് പ്രത്യാശ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ടുള്ള തകർച്ചയിലേക്ക് നമ്മൾ വീഴും. നമ്മൾ വിശ്വസിക്കേണ്ടത് വചനമാണ്. ദൈവവചനം പറയുന്നു നിത്യജീവൻ എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇന്നും ജീവിക്കുന്നതും മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാനാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, നിത്യജീവനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 12-ാം വാക്യം പ്രകാരമാണ്: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഉള്ളിൽ നിത്യത എന്നുള്ള യാഥാർത്ഥ്യമുള്ള വ്യക്തിക്ക് മാത്രമേ പ്രത്യാശയോടെ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും സഹായിക്കുന്നത് എന്താണ്? നിത്യത എന്നുള്ള പ്രത്യാശ ഉള്ളിൽ ഉള്ള വ്യക്തിക്ക് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റർ സിസിലിയ അർജൻറ്റീനയിലെ ആ കർമെലിത്ത കോൺവെൻറ്റിൽ ക്യാൻസർ എന്ന ഭീകരമായ ആ രോഗവുമായിട്ട് മല്ലടിക്കുമ്പോഴും ഉള്ളിലെപ്പോഴും നിത്യത എന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ട് മുഖത്തെപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു, എപ്പോഴും സന്തോഷവതിയായിരുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വ്യക്തിത്വമായിരുന്നു. പരിശുദ്ധ അമ്മയോടും ജപമാല പ്രാർത്ഥനയോടുമൊക്കെ ഭക്തിയിൽ നിലനിന്ന ഈ സിസ്റ്റർ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത് ഈ നിത്യതയിലുള്ള പ്രത്യാശയായിരുന്നു. അസീസിലെ ഫ്രാൻസിസ് പോലും മരണത്തെ സഹോദരി മരണമേ എന്ന് ആശ്ലേഷിച്ച് പുൽകുവാനായിട്ട് ഫ്രാൻസിസിനെ പ്രചോദിപ്പിച്ചതും നിത്യത എന്നുള്ള ആ ഒരു പ്രത്യാശ രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന അസീസിലെ ഫ്രാൻസിസിൽ നിറഞ്ഞു നിന്നിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത് നിത്യജീവനാണ്. ആ ഒരു നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വ്യക്തികൾ എന്താണ്? ആത്മഹത്യ ചെയ്യുന്നത്, ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുന്നത്, മറ്റുള്ളവരെ കൊന്ന് നശിപ്പിച്ചാലും അവർക്ക് എന്ത് മായം കൊടുത്ത് അവരെ തകർത്താലും എനിക്ക് കുറച്ച് സ്വാർത്ഥപരമായ സമ്പാദ്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വളഞ്ഞ വഴികളിൽ മനുഷ്യൻ ചെന്ന് വീഴാൻ കാരണമെന്താണ്? നിത്യത എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ച് അതിലുള്ള പ്രത്യാശ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. സങ്കീർത്തനം 27-ാം സങ്കീർത്തനത്തിൽ 4-5 വാക്യപ്രകാരമാണ്: ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പ്രിയമുള്ളവരെ, നിത്യതയിലുള്ള ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തെ നയിക്കേണ്ടത്. പ്രഭാഷകൻ പറയുകയാണ് 2-ാം അധ്യായം 6 കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും, നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ. കാരണം നിത്യജീവൻ നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ നിത്യജീവൻ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്.
കൊച്ചു ത്രേസ്യ എപ്പോഴും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധയാണ്. ചെറുപ്രായത്തിൽ തന്നെ കോൺവെൻറ്റിലെ സഹനങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും കൊച്ചു ത്രേസ്യയിൽ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് ഈ കൊച്ചു ത്രേസ്യ തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോടൊക്കെ നോവിസസ് ആയിട്ടൊക്കെ പഠിക്കുന്ന സിസ്റ്റേഴ്സിനോടൊക്കെ എപ്പോഴും പറയും, നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം നേരെ സ്വർഗത്തിലേക്ക് പോകാൻ. കാരണം സ്വർഗത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നേരെ സ്വർഗത്തിലേക്ക് പോവുക. ശുദ്ധീകരണ സ്ഥലത്തൊക്കെ ചെന്ന് വീഴാതെ സ്വർഗത്തിൽ തന്നെ എനിക്ക് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം വിശുദ്ധ കൊച്ചു ത്രേസ്യ പുലർത്തുകയും അത് നോവിസസ് ആയിട്ടുള്ള കൊച്ചു സിസ്റ്റേഴ്സിനോടൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കേട്ട ഒരു പ്രായമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കോൺവെൻറ്റിൽ. സിസ്റ്റർ ഫെബ്രോണിയ എന്നാണ് പറയുക. അപ്പോൾ ഈ പ്രായമുള്ള ഈ സിസ്റ്ററിന് കൊച്ചു ത്രേസ്യയുടെ ഈ സംസാരവും പെരുമാറ്റവും ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം നേരെ സ്വർഗത്തിലേക്ക് പോകാനോ, നേരെ സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക്, കാരണം ശുദ്ധീകരണ സ്ഥലത്തിലൂടെയൊക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത ഈ ഫെബ്രോണിയ സിസ്റ്റർ ഈ മനസ്സിൽ പുലർത്തിയിരുന്നു. അപ്പോൾ നിത്യജീവനുള്ള പ്രത്യാശ ഉണ്ടെങ്കിലും അതിൽ അടിയുറച്ചൊരു വിശ്വാസമായിരുന്നില്ല ഈ ഫെബ്രോണിയയ്ക്ക്. അപ്പോൾ ഈ സിസ്റ്റർ കൊച്ചു ത്രേസ്യ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെട്ടു. വിശുദ്ധയായ ഈ കൊച്ചു ത്രേസ്യ സിസ്റ്ററിനോട് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, കൊച്ചു സിസ്റ്റേഴ്സിനോടൊക്കെ നേരെ സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് പറയേണ്ടത്, അത് പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പ്രിയമുള്ളവരെ, കൊച്ചു ത്രേസ്യ സിസ്റ്റർ അത് പുഞ്ചിരിയോടെ സ്നേഹത്തോടെ അത് എടുത്തു. കാരണം വിശുദ്ധയുടെ ഉള്ളിൽ എപ്പോഴും നിത്യത എന്നുള്ള സ്വർഗമെന്നുള്ള ആ ഒരു പ്രത്യാശ ഉള്ളിൽ നിറഞ്ഞു നിന്നു. സംഭവം വീണ്ടും നടക്കുന്ന ഇപ്രകാരമാണ്. കുറേ മാസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് ആ കോൺവെൻറ്റിലെ 2 സിസ്റ്റേഴ്സിന് ഒരു വൈറൽ ഫീവർ പിടിക്കുകയാണ്, പകർച്ചപ്പനി പിടിപെട്ടു. അപ്പോൾ ഈ പകർച്ചപ്പനി പിടിപെട്ട 2 സിസ്റ്ററിൽ ഒരാൾ ഈ പ്രായമുള്ള സിസ്റ്റർ ഫെബ്രോണിയ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രായമുള്ള ഈ സിസ്റ്റർ ഫെബ്രോണിയയ്ക്ക് പനി പിടിച്ചു. പെട്ടെന്ന് അവർ മരിക്കുകയാണ്. ഈ 2 സിസ്റ്റേഴ്സും മരിച്ചു. കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ സിസ്റ്റർ ഫെബ്രോണിയ കൊച്ചു ത്രേസ്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് സ്വർഗരാജ്യമാണ്, നിത്യജീവനാണ്. നിത്യജീവൻ ലക്ഷ്യം വെച്ച് അതിൽ കയറണം, അതിലെത്തിച്ചേരണമെന്നുള്ള തീഷ്ണതയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സ്നേഹത്തിൻ്റെ, കരുണയുടെ, വിശുദ്ധിയുടെ, ത്യാഗത്തിൻ്റെ ജീവിതം നയിക്കുകയും ചെയ്താൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെയുള്ള വിശുദ്ധരുടെ ജീവിത സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എപ്പോഴും നിത്യജീവനായിരിക്കണം. പ്രത്യാശ വയ്ക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? ദൈവം തന്നെയാണ് ഇത് പറഞ്ഞത്. നിത്യജീവനുണ്ട് എന്നും സ്വർഗരാജ്യമുണ്ട് എന്നുമൊക്കെ ദൈവം പറഞ്ഞു. വാക്കുമാറാത്ത ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം വചനം ഇപ്രകാരമാണ്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കുവാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം വചനം പറയുകയാണ്. കാരണം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, ദൈവം ഒരിക്കലും വ്യാജം പറയുന്നവനല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കില്ല. കാരണം അവൻ പറഞ്ഞതാണ് കാരണം വിധിയുണ്ട്, അന്തിമ വിധിയിലുണ്ട്. നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കും. ദുഷ്ടന്മാർ കെടാത്ത നിത്യനരകാഗ്നിയിലേക്ക് ചെന്ന് വീഴും. നീതിപൂർവ്വം വിശുദ്ധിയുടെ ജീവിതം നയിച്ച് യേശുവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിച്ച് നന്മയുടെ ജീവിതം നയിച്ചിട്ടുള്ളവർ അവനോടൊപ്പം നിത്യജീവനിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക് പങ്കുപറ്റുവാനായിട്ട് സാധിക്കും. ഇത് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവൻ വാക്ക് മാറുകയില്ല, പറഞ്ഞത് നിറവേറ്റാതിരിക്കുകയില്ല. ഈ വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ടുണ്ടാകണം. സെഫാനിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17 പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിത്യതയെക്കുറിച്ചുള്ളൊരു പ്രത്യാശ ഉള്ളിൽ കൊണ്ട് നടക്കണം. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും നിരാശയും വിശപ്പുകളുമൊക്കെ കടന്നു വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും അവന് ദാഹിക്കും. യേശു തരുന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന, നിർഗളിക്കുന്ന ആ ജീവനാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. നിത്യജീവനിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നാൽ നമ്മൾ പ്രത്യാശയുടെ തലത്തിൽ ജീവിക്കും, നന്മയുടെ ജീവിതത്തിൽ ജീവിക്കും. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 10 മുതലുള്ള വചനഭാഗം ഇപ്രകാരമാണ്, ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതുമെന്നും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും
രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക. തിമോത്തിയൂസിനോട് പൗലോസ് കൊടുക്കുന്ന ഒരു ബോധ്യം ഇതാണ്. കാരണം നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസികളെ ക്രമപ്പെടുത്തുവാനായിട്ട് നീ അവരെ ബോധ്യം കൊടുക്കണം, പഠിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ ഇന്ന് നിത്യത എന്നുള്ളത് വിസ്മരിച്ച് ആ നിത്യതയിലുള്ള പ്രത്യാശ മറന്ന് ഇന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ തലത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ പോലും അവരുടെ പിൻതലമുറകൾ നിത്യത എന്നുള്ള യാഥാർത്ഥ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തെറ്റായ വഴികളിലൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. ഇവിടെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 1 പറയുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നിത്യത എന്നുള്ളത് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കണം. ഈ തിരുവചന ശുശ്രൂഷയിൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിക്കണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതോടൊപ്പം അതിന് അനുയോജ്യമായ ചില ഉദാഹരണങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അർജൻറ്റീനയിലെ കോൺവെൻറ്റിൽ മാരകമായ ക്യാൻസറിൻ്റെ നൊമ്പരങ്ങളുമായിട്ട് വേദനകളിൽ ജീവിക്കുമ്പോഴും നിത്യതയെന്നുള്ള ഒരു പ്രത്യാശ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് മരണത്തിൻ്റെ മുമ്പിലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഈ സിസ്റ്ററിന് സാധിച്ചു. അവസാനത്തെ മണിക്കൂറുകളിലെ നിമിഷങ്ങളിൽ സിസ്റ്റർ തൻ്റെ ഈ ശവസംസ്കാരം എപ്രകാരമായിരിക്കണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ കുറിപ്പിൽ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശവസംസ്കാര ദിനത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഒപ്പം ആഘോഷിക്കണം. കാരണം ജീവിതമെന്ന് പറയുന്നത് നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതം അത് മരണത്തിൽ അവസാനിക്കുന്നതല്ല, ഇതൊരു ആഘോഷമായിട്ടുള്ള തുടക്കമാണ്. കാരണം മരണത്തെ മറികടന്ന് നിത്യമായ ജീവിതത്തിലേക്ക്, പ്രകാശത്തിലേക്കാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. കാരണം ഉള്ളിൽ എപ്പോഴും യേശുവുമായുള്ളൊരു ബന്ധവും യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനും നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ മരണം ഒരു അവസാനമല്ല, ഒരു പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ. കൊച്ചു ത്രേസ്യ എപ്പോഴും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളിൽ സ്വർഗം കൊണ്ട് നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു. കൊച്ചു ത്രേസ്യയുടെ പ്രത്യാശ മുഴുവനും നിത്യജീവനിലാണ്. കാരണം സ്വർഗത്തിലെത്തുക നേരെ വിശുദ്ധരോടും മാലാഖമാരോടും രക്തസാക്ഷികളോടും പുണ്യവാന്മാരോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതം. ഈ നിത്യത എന്നുള്ള യാഥാർത്ഥ്യം അത് പ്രത്യാശയായി ഉള്ളിൽ കൊണ്ടു നടന്നതുകൊണ്ട് കൊച്ചു ത്രേസ്യ പോലും കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് പറയുന്നത് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട്, നേരെ സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ആ ആഗ്രഹത്തെ ദൈവം വലിയ വില പരിഗണിച്ച് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇന്ന് കൊച്ചു ത്രേസ്യ സ്വർഗത്തിലിരുന്ന് അനേകം ജീവിതങ്ങളിൽ തൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ റോസാപുഷ്പങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധരുടെയൊക്കെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ട് മാറ്റിക്കൊണ്ട് നിത്യത എന്നുള്ള പ്രത്യാശ ഉള്ളിൽ കൊണ്ട് നടക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ടാവുകയില്ല, നമ്മുടെ ജീവിതം പരാജയത്തിൽ ചെന്ന് അവസാനിക്കുകയില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കുവാനാണല്ലോ. ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ മതിമറന്ന് നിത്യജീവൻ മറന്ന് നാശത്തിൽ വീഴാതിരിക്കുവാൻ, നിത്യത മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു ജീവിതം നയിച്ച് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.